ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗാർഡൻ ക്ലീനിങ് വീഡിയോ ആണ്. നമ്മുടെ ഗാർഡൻ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ നിയർ ടു 1 ഇയർ ആയിട്ടുണ്ടാവും. ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ തീരെ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഗാർഡന് ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം പലതും റീപ്ലാന്റ് ചെയ്യുക, അതേപോലെ ചിലതിന് വെള്ളം തീരെ ഇല്ല. ഞാനിതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് പോട്ടോട് കൂടി ചെടി മൊത്തമായിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ വെച്ചത് കൊടുത്താണ്. അന്നിപ്പോൾ ഒരു തണുപ്പും മണ്ണും എല്ലാം ഒന്ന് തണുക്കല്ലോ, അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ കുറേ വെള്ളമൊക്കെ കൊടുത്തു ഒരുവിധം എല്ലാ ചെടിക്കും. പല ചെടികളുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അതിൽ നിന്ന് ചിലതിൽ നിന്ന് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് വേറൊന്നിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യണം. ഇതൊക്കെ നല്ല ചെടികളായിരുന്നു. പക്ഷേങ്കിൽ എന്താ ചെയ്യുക, ഇതിൻ്റെയൊക്കെ തീരെ നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മണ്ണൊക്കെ ഭയങ്കര ഹാർഡായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ദിവസം കുറച്ച് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ്, കുറച്ചായിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനാണ്. കാരണം മൊത്തമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഓരോ ദിവസമായിട്ട് കുറച്ചായിട്ട് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഞാനൊരു 3 ദിവസം കൊണ്ടാണ്, എൻ്റെ ചെറിയൊരു ഗാർഡൻ ഏരിയ ആണ് കേട്ടോ, ബാൽക്കണി ഗാർഡനിങ് പോലെ ചെറിയ രീതിയിലുള്ളൊരു ഗാർഡനാണ്. വലിയ രീതിയിലൊന്നുമില്ല, ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല. കുറച്ച് മണി പ്ലാന്റ്സും അതേപോലെ ഇങ്ങനത്തെ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് കുറഞ്ഞ പ്ലാന്റ്സൊക്കെ ഉള്ള ചെറിയൊരു ഏരിയ ആണ്. അതൊന്ന് നീറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പണി എന്ന് വെച്ചാൽ പലതിൻ്റെയും മണ്ണ് നല്ലപോലെ കട്ടിയായി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പൊടിച്ചെടുത്ത് അതൊക്കെ ഒന്ന് വേറെ പോട്ടിലേക്ക് ആക്കി നല്ലപോലെ മിക്സ് ചെയ്തൊക്കെ പ്ലാന്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം എടുത്തു. അതേപോലെ ചിലതിൻ്റെ ലീഫൊക്കെ മാത്രമേ ഒരു ഹെൽത്തി പ്ലാന്റ് പോലെ തന്നെ ഉണ്ട്, ചില ലീഫുകൾ മാത്രമേ കൊളായിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത്, ഇതൊക്കെ കണ്ടോ ഭയങ്കര ഹാർഡായി കിടക്കുകയാണ് മണ്ണ്. നമുക്കൊരു മരുഭൂമി ഫീല്, അത്രയ്ക്ക് മണ്ണാണ്, കട്ടിയായി കിടക്കുക, ഒരു വെള്ളമൊന്നും കിട്ടാതെ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലൊക്കെ ഒരു പ്ലാന്റൊക്കെ നല്ലപോലെ നിൽക്കുകയാണ്. ഇതിപ്പോൾ മണ്ണിനൊന്നും കുഴപ്പമില്ല, പക്ഷേ പ്ലാന്റ് മൊത്തമായിട്ടൊരു ജീവനില്ലാതെ ഇങ്ങനെ താഴോട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചതിനെ കൊണ്ട് അവിടെ മുകളിലത്തെ പോർഷനിലൊന്നും ഒന്നുമില്ല. എന്നപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നല്ലപോലെ ഒരു ഹെൽത്തി പ്ലാന്റ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പ്ലാന്റിനൊന്നും പ്രത്യേകിച്ച് വളമോ അല്ലെങ്കിൽ വേറൊന്നും കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും കുറച്ച് വെള്ളവും കൊടുക്കും, മണ്ണും വെള്ളവും മാത്രമാണ് അതിന് കൊടുക്കാറില്ല. അപ്പോൾ അത് തിരിച്ച് തരുന്ന അതിൻ്റെ ഒരു ലുക്കിലും അതങ്ങനെ അത് തിരിച്ച് തരുന്നുള്ളൂ. പിന്നെ ഇത് വാണ്ടറിങ് ജ്യൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. ഇതൊക്കെ ഇതാ കണ്ടോ, ഒന്ന് പറിച്ചെടുക്കാനേ ഉള്ളൂ, അത്രയ്ക്ക് അത് എങ്ങനെയോ അതിൻ്റെ വേര് അവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എന്നപ്പം അതൊക്കെ മണ്ണൊക്കെ എന്തായാലും ഒഴിവാക്കണം. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് നല്ല പോലെ ഞാൻ ആദ്യം തന്നെ മണ്ണ് പൊടിച്ചെടുക്കുന്നില്ല, വേറെ ഒന്ന് തണുപ്പിക്കാൻ വെച്ച പ്ലാന്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് വേറെ ഞാൻ പൊടിച്ചൊക്കെ നല്ല പോലെ കല്ലൊക്കെ വെച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണ്. പിന്നെ എനിക്ക് താഴത്തുനിന്ന് ഇപ്പോൾ മണ്ണ് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയിലല്ല. എന്നപ്പോൾ ഇപ്പോൾ അവിടെ ഉള്ള മണ്ണ് തന്നെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്നുള്ള പരിപാടിയിലാണ്. പിന്നെ മൊത്തമായിട്ട് ഒരു ദിവസം ഒരു പണി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചായിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചു തുടങ്ങണ്ടായിരുന്നു. കാരണം ക്ലീനിങ് അതിലും കൂടുതലുണ്ട്. ഒരു ദിവസം കൊണ്ട് ഞാൻ ചെയ്തെടുത്തത് ഇത്രയും പ്ലാന്റ്സ് ഒന്ന് റീപ്ലാന്റ് ചെയ്തു, അതേപോലെ ഒന്ന് നീറ്റാക്കി എടുത്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിലും കൂടുതലാണ്. ഇതൊക്കെ പകുതി ജീവൻ മാത്രം ആയി ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതൊക്കെ അടുത്ത് പോയി നോക്കിയാലേ അതിൻ്റെ ഒരു അത് അനുഭവിക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാവും, അത്രയും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ഡേ ചെയ്യാനുള്ളൊരു വർക്കാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ
ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നലെ റീപ്ലാന്റ് ചെയ്ത് വെച്ചതിനൊക്കെ ഒന്ന് വെള്ളം കൊടുത്ത് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് കുറേ ക്ലീനിങ്ങും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണും പൊടിയും ഇതിൽ നിന്ന് എടുത്ത ചപ്പും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആയാലും നീറ്റായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനമാണ്, കുറച്ചൊന്ന് റെഡി ആയല്ലോ എന്നുള്ളൊരു ഇതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇനി അടുത്ത പ്ലാന്റ്സിൻ്റെ സെക്ഷൻ തുടങ്ങുകയാണ്, ക്ലീനിങ് തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു പ്ലാന്റ് ഞാൻ ഇങ്ങനത്തെ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് അത്രയും വലിയൊരു പോട്ടിൽ വേണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റാമെന്നുള്ള ഓപ്ഷനിൽ ഇങ്ങനെ വെച്ചതാണ്. എന്നിട്ട് അങ്ങനെ ഓരോ ചെടികളും ഓരോന്നിന് എന്താണോ വേണ്ടത് ആ രീതിക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്യണം. പിന്നെ ഒരുപാട് വേര്, ഈ നമ്മൾ ചെടിച്ചട്ടി മൊത്തമായിട്ട് ഒഴിവാക്കുമ്പോൾ കുറേ വേരിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അത്രയും വേര് നിന്നാൽ തന്നെ അതിന് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കും. എന്നിപ്പോൾ നമുക്ക് വേണ്ടാത്ത അടിയിലേക്ക് ഒരുപാടുള്ള വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മാറ്റി കുഴിച്ചിടാൻ. അതേപോലെ എന്തെങ്കിലും ലീഫൊക്കെ വേണ്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ കറക്റ്റ് വേണ്ടത് മാത്രം നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് വെള്ളം കൂടി കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി കൊടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ കൊള്ളാത്തതുണ്ടെങ്കിൽ ഞാൻ വേറൊന്നിലേക്ക് കൂടി ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു പ്ലാന്റ് മാത്രം ഞാൻ വേറൊന്നിലേക്ക് കൂടിയും മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ പ്ലാന്റ്. ഇത് അത്യാവശ്യം ഹെൽത്തിയൊക്കെയാണ്, പ്ലാന്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ റൂട്ട് പോർഷനൊക്കെ കുറച്ചുകൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും റീപ്ലാന്റ് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാന്. ഒരുപാട് ചെറിയ ചെറിയ തൈകളൊക്കെ അതിമേലുണ്ട്, അതിമേൽ തന്നെ ഇങ്ങനെ ആയി വരും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ചെയ്യാൻ വളരെ സുഖമാണ്. നമുക്കൊരു എനർജി കിട്ടും കുറച്ചൊന്ന് റെഡിയായി വന്നാൽ. കണ്ടോ, ഇത്രയും റൂട്ടാട്ടോ കിട്ടുന്നത്. നമ്മൾ വെറുതെ ആ റൂട്ടോടുകൂടി വെക്കണമെന്നില്ല, ആവശ്യമുള്ള റൂട്ടും വേരും ഒക്കെ വെച്ചാൽ മതി. എല്ലാം കൂടി വെക്കണ്ട, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കാം. പിന്നെ ഇവിടെ സൈഡൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത്രയ്ക്ക് നമ്മൾ ഓരോന്ന് നന്നാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കേടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന സ്പീഡിലോ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നോ നടന്ന കാര്യങ്ങളല്ല, വളരെ ടൈമെടുത്ത് വളരെ ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി നമ്മൾ കുറച്ച് ടയേർഡാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്ത് കഴിയുമ്പം ഒരു പോസിറ്റീവ് എനർജി വരും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സുഖമാണ്. അതുവരെ അത്ര സുഖമല്ലെങ്കിലും ഓരോന്ന് ചെയ്തൊന്ന് ഓക്കെ ആയി വരുമ്പോൾ നല്ല സുഖമാണ്. ഇതെൻ്റെ മോള് ചെയ്തതാട്ടോ. അവൾ പറഞ്ഞു വീഡിയോയിൽ കാണിക്കണത്, എന്നിട്ട് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാം കേട്ടോ. പിന്നെ ഈ പോട്ടൊക്കെ എന്ന് വെച്ചാൽ ഇത് ഞാൻ തട്ടുമ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ അവസ്ഥ എന്താ, ഇതിൻ്റെ അടിയിലുള്ള മണ്ണിൻ്റെ അവസ്ഥ. ഒരു മണ്ണിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചോണം, ചളിക്കട്ട പോലെ ഭയങ്കര ഹാർഡായിട്ടുള്ള മണ്ണിൻ്റെ പോർഷൻ കേട്ടോ. ഇത് വെച്ചാൽ ഇതൊക്കെ നല്ല പോട്ടായിരുന്നു, പക്ഷേ ഇവിടെ വെച്ച് ഇങ്ങനെ കേടായി. ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ വെള്ളം വന്ന് നിൽക്കും, അങ്ങനത്തെ പോട്ടാണ്. നമുക്ക് എവിടെയും പോവുകയൊക്കെ ആണെങ്കിൽ മുകളിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാൽ കുറേ ടൈമിലേക്ക് അതിന് വെള്ളം കിട്ടിക്കോളും. പക്ഷേ ഇതിൽ നല്ലൊരു പ്ലാന്റ് ഇല്ലായിരുന്നു, അതാണ് ചെറിയ ഏതൊരു പ്ലാന്റ്, അതാണ് ഉണങ്ങി പോവുകയും ചെയ്തു. അന്നപ്പോൾ പിന്നെ അതിൽ ഇതെല്ലാം ഭയങ്കര ഹാർഡായി, മണ്ണെല്ലാം ഹാർഡായി ഒരു ചളിക്കാട്ട പോലെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്ലാന്റ് ഞാൻ നല്ല പോലെ വെള്ളം കൊടുത്തു. ഇത് വെള്ളത്തിലും ഇട്ടാലും ഉണ്ടാകുന്നൊരു പ്ലാന്റാണ്. അപ്പം ഞാനിത് 2 എണ്ണത്തിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. കാരണം ഇത് കുറേ കാലമായിട്ടുണ്ട്, ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇതിൽ തന്നെ കിടക്കുന്നതാണ്. അപ്പം ഭയങ്കരമായിട്ട് വേരും ഒക്കെ ഉള്ളൊരു പ്ലാന്റാണ്. അപ്പം മൊത്തമായിട്ടൊന്ന് മാറ്റാമെന്നുള്ളൊരു പ്ലാനിലാണ്. അതിൻ്റെ വേരൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതുപോലെ ചിലതൊക്കെ കണ്ടോ ഇങ്ങനെ മരക്കഷ്ണം പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കിയതാണ്.
അത് മറ്റേ കടലാസ് പൂവിൻ്റെ ഇതിൻ്റെ വേര് കണ്ടില്ലേ, ഇത്ര അധികം വേരായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വേരോടുകൂടി നമുക്ക് വേറെ ഒന്നിലേക്ക് റീപോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം വേണ്ടാത്ത വേരും എക്സസ് വേരൊക്കെ ഒന്ന് ഒഴിവാക്കാം, എന്നിട്ടൊന്ന് നീറ്റാക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേരൊക്കെ ഒന്ന് കത്രിക കൊണ്ട് ഭയങ്കര ഹാർഡുമാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കി ഇതിൽ നിന്ന് തന്നെ ഞാൻ ഇപ്പോൾ വേറൊരു പോട്ടിലേക്ക് കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പോട്ടിലേക്കാക്കി മാറ്റി ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ഇറക്കി നടാൻ പാടുണ്ടോയെന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് അധികം താഴോട്ട് ഇറക്കിയ പോലെ എനിക്ക് തോന്നി ആ പ്ലാന്റ്. അപ്പം 2ാമത്തെ ദിവസം ആയപ്പോഴേക്ക് ഇത്രയാണ് നമ്മുടെ പണി കഴിഞ്ഞത്. പണി കഴിഞ്ഞ പ്ലാന്റ്സൊക്കെ ഞാൻ ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ്. ഈ പണി കഴിയാത്ത കോലം അടിപൊളിയാണ്. ഒരു ഭാഗത്ത് മണ്ണ്, ഒരു ഭാഗത്ത് കുറേ പ്ലാന്റ്സ്, ഒരു ഭാഗത്ത് കുറേ പോട്ട്സ്, എല്ലാം കൂടി വളരെ നീറ്റല്ലാതിരിക്കുകയാണ്. പിന്നെ ഞാൻ 3ാമത്തെ ദിവസം ഡേ 3 സ്റ്റാർട്ട് ചെയ്തത് ഈ പ്ലാന്റ് വെച്ചിട്ടാണ്. ഇതൊരു കുറച്ച് ചെറിയ മുള്ളൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. ഞാനതിപ്പോൾ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉണങ്ങിയ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അഗ്ലോണിമ, ഇതൊക്കെ അങ്ങേ അറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കിട്ടാത്തത് കൊണ്ടാണ്, കാരണം ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന പ്ലാന്റാണ്. അതേപോലെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനൊരു ഫ്ലവറിങ്ങും ചെയ്യുന്നുണ്ട്. ഒരു 2 ഫ്ലവർ ഞാൻ ആദ്യമായിട്ട് കണ്ടു. അതിൽ ഒരു വൈറ്റ് കളറിൽ 2 ഫ്ലവർ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ ആ പോട്ടിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. മൊത്തമായിട്ട് മാറ്റൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അതിൻ്റെ വേണ്ടാത്ത ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തോടെ പണി തീർക്കണം എന്ന് വിചാരിച്ചാണ് ഇന്ന് ചെയ്യുന്നത് ഡേ 3-ൽ. കാരണം അത്രയ്ക്ക് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ അത്രേ എടുത്തിട്ടുള്ളൂ. ക്ലീനിങ് ഞാൻ അങ്ങനെ എടുത്തിട്ടുമില്ല. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ചെടികളാണെങ്കിൽ കുറേയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കാനും ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് കുറച്ചധികം ടൈം ഇവിടെ നിന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദിവസം ഇനി നമുക്ക് വെള്ളമൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ. ചില ചെടികൾ അതേപോലെ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. മണ്ണിനും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നപ്പോൾ ഞാനത് ഒന്നും ചെയ്തിട്ടില്ല, അതിന് വെറുതെ വെള്ളം കൊടുത്തിട്ടേ ഉള്ളൂ. ഇതൊക്കെ കറക്റ്റ് എങ്ങനെ അത് സർവൈവ് ചെയ്യുന്നതെന്ന് അതിന് മാത്രമേ അറിയൂ. ഇതൊരു പിങ്ക് ലീഫാട്ടോ വരുന്നത്. ഇതിൻ്റെ തന്നെ ഗ്രീന് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എടുത്ത് വേറൊന്നിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം അതിന് കുറച്ച് ജീവൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് പണികളും കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ ചെടി മാറ്റി റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ചിലതാണെങ്കിൽ നമ്മൾ മണ്ണെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. വേരും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരത്തെ സമയമാണ്. പിന്നെ അവസാനം എല്ലാ ചെടികളും മാറ്റി കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഭാഗം നമുക്ക് ഫുൾ പോസിറ്റീവാണ്, കാരണം ഫുൾ നല്ല രീതിയിൽ റീപ്ലാന്റ് ചെയ്ത പ്ലാന്റ്സും കാര്യങ്ങളും. മറ്റേ വശത്തെന്ന് വെച്ചാൽ നമുക്ക് റോഡ് സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ കാണുന്നൊരു സ്ഥലമാണ്. മൊത്തം ചളി മണ്ണ് എല്ലാം കൂടിയായിട്ട് കൂടിക്കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് നല്ല പോലെ തേച്ച് വൃത്തിയാക്കി കഴിക്കുകയാണ്. മണ്ണ് ആദ്യം മാറ്റി എല്ലാം ചെയ്തു. ഇനി നമുക്കെന്ന് വെച്ചാൽ എല്ലാ ചെടികളും ഓരോ സ്ഥലത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ചെടികളൊക്കെ ഒന്ന് ഞാൻ പിന്നെ കൈ കൊണ്ട് എടുത്ത് വെക്കാൻ വെയിറ്റ് എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ നീക്കി വെക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ഒരു വർഷമൊന്നും ഇങ്ങനെ എടുക്കാറില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ. 2-3 മാസം കൂടുമ്പോൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം എല്ലാം കൂടി ഇങ്ങനെയൊക്കെ ആയി തീർത്തു. നമ്മൾ ഒരുവിധം എല്ലാ ചെടികളും ഇങ്ങനെയൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എൻ്റെ ഒരുപാട് ടൈമും എനർജിയൊക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എനർജിയായി ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അതാണ് ഈ ഗാർഡൻ്റെ ഒക്കെ ഒരു മെയിൻ കാര്യം. പിന്നെ കുറച്ച് പോട്ട്സിലൊക്കെ ഞാൻ
എക്സ്ട്രാ ഉണ്ടായിരുന്ന പോട്ട്സിലൊക്കെ ഞാൻ മണ്ണൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് പോട്ടൊക്കെ ഞാൻ 2 സെക്ഷനാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും, ഉള്ളിൽ നിന്ന് നോക്കുന്നതിനെക്കാട്ടും ഭംഗിയുണ്ടാവും. പിന്നെ എക്സ്ട്രാ ഉള്ള പോട്ടിലൊക്കെ മണ്ണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന്. ചെടികളൊക്കെ സീഡോ അല്ലെങ്കിൽ പ്ലാന്റ്സോ വാങ്ങാമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വെജിറ്റബിൾ ആക്കാമെന്ന്. അപ്പോൾ താങ്ക് യു.